സുവർണ കഥകളിലേക്ക് സ്വാഗതം. അമ്മ എഴുതിയ പുസ്തകം. എം മുകുന്ദൻ. സ്വന്തം അമ്മയെക്കുറിച്ച്. ഞാൻ എന്നും ഓർക്കുന്ന ഒരു മുഖമേയുള്ളൂ. അത് എൻ്റെ അമ്മയുടെ മുഖമാണ്. ഞാൻ ആദ്യം കണ്ട മുഖവും അതുതന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ജനിച്ചു വീണപ്പോൾ എൻ്റെ കാഴ്ചയിലും വെളിച്ചമുണ്ടായിരുന്നില്ല. കൺമുൻപിലെ ഇരുട്ട് ക്രമേണ അയഞ്ഞു. നിഴലുകൾ കാണാറായി. ആ നിഴലുകളിൽ ആദ്യത്തെ മനുഷ്യരൂപം തെളിഞ്ഞു വന്നു. അത് എൻ്റെ അമ്മയായിരുന്നു. ഇതെല്ലാം ഞാൻ എങ്ങനെ ഓർക്കുന്നുവെന്ന് ചോദിച്ചേക്കാം. കാരണം അപ്പോൾ എൻ്റെ പ്രായം ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു. എഴുത്തുകാർക്ക് ദൈവം ഒരനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഭൂതകാലത്തെ വ്യക്തമായി ഓർക്കുവാനുള്ള കഴിവാണത്. എഴുത്തുകാർക്ക് അവരുടെ ഭൂതകാലത്തെ വർത്തമാനകാലമായും ചിലപ്പോൾ ഭാവികാലമായും ദർശിക്കുവാൻ കഴിയും. ഒരു ചെറിയ എഴുത്തുകാരനാണെങ്കിലും ദൈവം എനിക്കും ഈ സിദ്ധി കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രായമായിട്ടും പലതും തെളിമയോടെ ഓർക്കുവാൻ കഴിയുന്നത്. എനിക്ക് മറ്റൊരമ്മ കൂടിയുണ്ട്. മയ്യഴിയിലെ ദേവാലയത്തിലെ മയ്യഴി മാതാവ്, വിശുദ്ധ തെരേസമ്മ. എന്നെ പ്രസവിച്ചത് മണിയമ്പത്ത് കൃഷ്ണന്റെ ഭാര്യ കുറുമ്പാത്തിയമ്മയാണ്. പക്ഷേ എന്നെയും എൻ്റെ എല്ലാ നാട്ടുകാരെയും സൃഷ്ടിച്ചത് വിശുദ്ധ തെരേസാമ്മയാണെന്നാണ് വിശ്വാസം. ദൈവം സൃഷ്ടിക്കുകയും അമ്മ പ്രസവിക്കുകയും ചെയ്യുന്നുവെന്ന സങ്കല്പം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ അമ്മ ചെറിയൊരു സുന്ദരിയായിരുന്നു. അവർ വെളുത്ത് ഉയരം കുറഞ്ഞിട്ടായിരുന്നു. അലക്കിത്തേച്ച മുണ്ടും പുള്ളി ബ്ലൗസുമിട്ട് മാറത്തേക്ക് ഒരു മേൽമുണ്ടെറിഞ്ഞ് കാതുകളിലെ പൊൻതക്കകൾ മിന്നിച്ചുകൊണ്ട് അമ്മ വരുന്നത്, അല്ലെങ്കിൽ പോകുന്നത് ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. മാതൃഭാവത്തിൻ്റെ സൗന്ദര്യമായിരുന്നു അത്. അച്ഛൻ കറുത്തിട്ടായിരുന്നു. നല്ല ഉയരവും തലയെടുപ്പുമുള്ള രൂപം. പരുഷമായാണ് സംസാരിക്കുക. അമ്മയുടെ ദേഹത്തിന് ഒരു നിറവുണ്ടായിരുന്നു. ആ നിറവ് എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ ചെറുപ്പത്തിലും വാർദ്ധക്യത്തിലുമെല്ലാം മെലിഞ്ഞിട്ടായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളായിരുന്നു അച്ഛൻ. മക്കളെക്കുറിച്ച് സദാ അഭിമാനം കൊണ്ടു. മക്കൾ പരീക്ഷകൾ ജയിക്കുമ്പോഴും വളർന്ന് എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരുമായി മാറുമ്പോഴും അച്ഛൻ അഭിമാനിച്ചു. എന്നാൽ ഒരക്ഷരം മിണ്ടില്ല. മറിച്ച് വെറുതെ ദേഷ്യപ്പെടുകയും ചെയ്യും. ചെറിയ കാര്യത്തിനു പോലും അമ്മയോട് ദേഷ്യപ്പെടും. അപ്പോൾ അമ്മ പറയും, സിംഗപ്പൂരിന്ന് വരെ ആലോചന വന്നതാ, എന്നിട്ട് ഈ മനുഷ്യന്റെ കൂടെയാ പോയത്. എൻ്റെ ഒരു തലവിധി. അത് സത്യമായിരുന്നു. ഇത്തിരി സൗന്ദര്യമുള്ള അമ്മയ്ക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നിരുന്നു. അമ്മയ്ക്ക് മക്കളിൽ അഞ്ചാമനായ എന്നോട് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. അതെൻ്റെ സ്വഭാവഗുണം കൊണ്ടോ ചേലുകൊണ്ടോ ആയിരുന്നില്ല. ഞാൻ കുട്ടിക്കാലം മുതൽ സുഖക്കേടുകാരനായിരുന്നു. മരിച്ചു പോകുമെന്നാണ് പലരും കരുതിയത്. അമ്മയ്ക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ 90 ദിവസം തുടർച്ചയായി എനിക്ക് പനിച്ചു. അന്ന് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ വരേണ്ടതാണ്, പക്ഷേ വന്നില്ല. ആൻഡേഴ്സൺ ഫീവർ എന്ന പേരിൽ ലോറി ഹാൽ സുന്ദരമായ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിലും ഞാനില്ല. എനിക്ക് നീതി ലഭിക്കാറില്ല. എൻ്റെ 90 ദിവസത്തെ പനി അവാർഡുകളോ അംഗീകാരമോ ലഭിക്കാതെ മറവിയിലേക്ക് മാഞ്ഞുപോയി. പനി മാറിയപ്പോൾ അമ്മ അലക്കിത്തേച്ച മുണ്ടും മേൽമുണ്ടും ചെറുപൂക്കളുടെ ചിത്രങ്ങളുള്ള ബ്ലൗസും ധരിച്ച് എൻ്റെ കൈ പിടിച്ച് മയ്യഴി പള്ളിയിലേക്ക് പോയി. മയ്യഴി മാതാവിൻ്റെ വിഗ്രഹത്തിനു മുൻപിൽ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചു. കൃതജ്ഞത അറിയിച്ചു. 8 വയസ്സുകാരനായ എനിക്ക് പ്രാർത്ഥന എന്തെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പള്ളിച്ചുമരിലെ കുരിശിലേറിയ യേശുവിൻ്റെ വലിയ പ്രതിമയിൽ നോക്കി നിന്നു. ആണികൾ തറച്ച കൈകാലുകളിൽ നിന്ന് ഇറ്റിവീഴുന്ന ചോര കണ്ട് ഞാൻ ഭയക്കുകയും വേദനിക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞതുപോലെ ഒരു മെഴുകുതിരി ഞാനും കൊളുത്തി. 2 അമ്മമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഞാൻ അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിന്നത്. എന്നെ പ്രസവിച്ച അമ്മയുടെയും എന്നെ സൃഷ്ടിച്ച മയ്യഴി അമ്മയുടെയും മധ്യത്തിൽ. ഓരോരിക്കൽ അസുഖം വരുമ്പോഴും അമ്മ എന്നെ അലക്കിയ ട്രൗസറും ഷർട്ടും ഇടുവിച്ച് എൻ്റെ മുടി ചീകി എൻ്റെ മുഖത്ത് പൗഡറിട്ട് കൈപിടിച്ച് മയ്യഴി മാതാവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി.
എൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിച്ചു. ആ നിമിഷങ്ങളിൽ ആ രണ്ടമ്മമാരും ഒത്തുചേർന്ന് ഒരു വലിയ അമ്മയാകുകയായിരുന്നു. മയ്യഴി മാതാവ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേട്ടു. എൻ്റെ രോഗം മാറി. എനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം തിരികെ നൽകി. എന്നെ ഭർത്താവും അച്ഛനും മുത്തച്ഛനുമാക്കി. ആരും ആവശ്യപ്പെടാതെ തന്നെ ഒന്നുകൂടി മയ്യഴിയമ്മ എനിക്ക് നൽകി. എന്നെയൊരു എഴുത്തുകാരനാക്കി. മയ്യഴി മാതാവ് ബാല്യകാലത്ത് കവിത എഴുതിയിരുന്നു. ഒരു കവിതയിൽ ബാലിക പറഞ്ഞത് അവൾ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു പെൻസിലാണെന്നാണ്. തെരേസമ്മ ദൈവത്തിൻ്റെ കയ്യിലെ പെൻസിലാണെങ്കിൽ ഞാൻ തെരേസമ്മയുടെ കയ്യിലെ മഷിപ്പെന്നാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളും ഡൽഹി ഗാഥകളുമൊക്കെ എഴുതുമ്പോൾ പേനയിലെ മഷി എളുപ്പം വറ്റിപ്പോകുമായിരുന്നു. അപ്പോൾ തെരേസമ്മ അതിൽ വീണ്ടും വീണ്ടും മഷി നിറച്ചു തന്നു. അമ്മ മക്കളെ പോറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഒരിടത്തരം കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇത്തിരി ദാരിദ്ര്യവുമുണ്ടായിരുന്നു. മൂത്ത ഏച്ചി ഫ്രണ്ട് സ്കൂളിൽ ടീച്ചറുടെ പണി കിട്ടിയ ഉടനെ 20 വയസ്സ് തികയുന്നതിനു മുൻപ് മരിച്ചുപോയി. ബാക്കി 7 മക്കളെയും പോറ്റി വളർത്തണം. അച്ഛൻ സ്നേഹം പ്രകടിപ്പിക്കുക ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്. അമ്മയെ പതിവായി അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ അടുക്കള ജോലി ചെയ്ത് തളർന്ന അമ്മ പനിച്ചു കിടക്കുന്ന എൻ്റെ അരികിൽ വന്നു കിടന്ന് നിശബ്ദം കരയുമായിരുന്നു. എന്തിനാണ് അമ്മ കരയുന്നതെന്ന് എനിക്കന്ന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാനും കരയും. എനിക്ക് അമ്മയോടും അമ്മയ്ക്ക് എന്നോടുമുള്ള സ്നേഹം കണ്ണീരിലാണ് പ്രതിഫലിച്ചത്. രോഗം മാറിയെങ്കിലും ഞാൻ മെലിഞ്ഞിട്ടു തന്നെയായിരുന്നു. അതിൻ്റെ പേരിലും അമ്മ വിഷമിച്ചു. അമ്മ പറയാറുണ്ട്, എടാ, നീ ഇങ്ങനെ എല്ലും തോലുമായി നടന്നാൽ ഏത് പെണ്ണാ നിന്റെ കൂടെ വരിക? ഞാൻ കാരണം അമ്മയ്ക്ക് ദുഃഖിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട്ടി എന്നെ നോക്കി പറഞ്ഞു, അതാ ഉണക്കൻ പോകുന്നു. ഉണക്കൻ എന്ന് വച്ചാൽ ഉണങ്ങിയവൻ. മൂപ്പെത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. ആരോഗ്യമില്ലാത്ത കുട്ടിയായതുകൊണ്ട് വലുതായിട്ടും അമ്മയാണ് എന്നെ കുളിപ്പിച്ചത്. ഈ ചെക്കൻ എന്താ ഒറ്റക്ക് കുളിച്ചൂടെ? 20 വയസ്സ് തികയുന്നതിനു മുൻപ് മരിച്ചുപോയ ടീച്ചർ ഏച്ചിക്ക് പുറമെ മറ്റൊരു ഏച്ചി കൂടി ഉണ്ടായിരുന്നു എനിക്ക്, ദേവു ഏച്ചി. അവരാണ് എന്നെ കുളിപ്പിക്കുന്നതിൻ്റെ പേരിൽ അമ്മയെ വിമർശിച്ചത്. അവർ ധാരാളം വായിക്കും. അതുകൊണ്ടായിരിക്കണം നല്ലൊരു വിമർശകയുമായിരുന്നു. സുഖമില്ലാത്ത കുട്ടിയല്ലേ? അമ്മ പറയും. അച്ഛന് വയസ്സായി വയ്യാതെയായപ്പോൾ അമ്മ അച്ഛനെ കുളിപ്പിക്കുമായിരുന്നു. അപ്പോൾ അമ്മ എന്നെ കുളിപ്പിച്ചിരുന്ന ആ പഴയ കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമായിരുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളെ കുളിപ്പിക്കണം. കുളിപ്പിക്കലാണ് സ്നേഹത്തിൻ്റെ ഭാഷ. അമ്മയിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചിരുന്നു. ഞാൻ കുറച്ചുകൂടി പഠിക്കാനും ജോലി അന്വേഷിക്കാനും വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേവലാതിയായി. ആരോഗ്യമില്ലാത്ത മകൻ മഹാനഗരത്തിൽ എങ്ങനെയാണ് ജീവിക്കുക എന്നാലോചിച്ച് അമ്മ സങ്കടപ്പെട്ടു. ഞാൻ തനിച്ചല്ല, കൂടെ രാഘവേട്ടനും അമ്മുവേടത്തിയുമുണ്ട്. എന്നിട്ടും അമ്മയ്ക്ക് സമാധാനമായില്ല. ഇടയ്ക്കിടെ എന്നെ നോക്കി അമ്മ കണ്ണു തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് രാഘവേട്ടൻ്റെയും അമ്മുവേടത്തിയുടെയും സ്ഥാനത്ത് ശ്രീജ വന്നു. അവൾ അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ചു. ഡൽഹിയിലെത്തിയ ദിവസം എനിക്കുറക്കം വന്നിരുന്നില്ല അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട്. 20 വയസ്സിനുള്ളിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ അമ്മയെ പിരിഞ്ഞ് വേറൊരു നാട്ടിൽ പോയി കിടന്നുറങ്ങുന്നത്. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോൾ എനിക്ക് പനി വന്നില്ല. പനിയുമില്ല, അമ്മയുമില്ല, വിശുദ്ധ തെരേസയുമില്ല. ശരീരത്തിൻ്റെ പനി പോയപ്പോൾ മറ്റൊരു പനി എന്നെ ബാധിച്ചു. എഴുത്തുപനി. നെറ്റിയിൽ ഐസ് വെള്ളത്തിൽ മുക്കിയ തുണി വിരിച്ചതുകൊണ്ടോ ഗുളിക കഴിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ വിട്ടുമാറാത്ത പനി. ഈ വാർദ്ധക്യത്തിലും എഴുത്തുപനി എൻ്റെ കൂടെയുണ്ട്. എം മുകുന്ദൻ എന്ന എഴുത്തുകാരൻ പനിയുടെ സൃഷ്ടിയാണ്. എൻ്റെ അനുജന്മാരായ ബാലനും ചന്ദ്രനും ശ്രീജയനും ആരോഗ്യവും ചേലുമുള്ളവരായിരുന്നു. രാഘവേട്ടൻ, കഥാകൃത്ത് എം രാഘവൻ, സുന്ദരനായിരുന്നു. എൻ്റെ കണ്ണുകൾ ഉണ്ടക്കണ്ണുകളായിരുന്നു. ലോകത്തെ തുറിച്ചു നോക്കിയതുകൊണ്ടാണ് എൻ്റെ കണ്ണുകൾ ഉണ്ടക്കണ്ണുകളായത്. അമ്മയുടെ മക്കളിൽ ഉയരക്കുറവ് എനിക്ക് മാത്രമായിരുന്നു. ഞാൻ വണ്ണം വയ്ക്കാൻ വേണ്ടി അമ്മ എനിക്ക് മുട്ട പൊരിച്ചു തന്നു. ആട്ടിൻകാലുകൊണ്ട് സൂപ്പ് വെച്ചു തന്നു.
നേന്ത്രപ്പഴം പുഴുങ്ങി പശുവിൻ നെയ്യ് പുരട്ടി തീറ്റിച്ചു. ഒരു ഫലവുമുണ്ടായില്ല. ഞാൻ മെലിഞ്ഞുണങ്ങി തന്നെ. അമ്മ പറയും, ഈ ചെക്കൻ തിന്നുന്നതെല്ലാം എവിടെയാ പോകുന്നത്? വളരെ കാലത്തിനു ശേഷം ഭാര്യ ശ്രീജയും അതുതന്നെ പറഞ്ഞു. മുകുന്ദേട്ടാ, നിങ്ങൾ ഈ തിന്നുന്നതെല്ലാം എവിടെയാ പോകുന്നത്? അവൾ എനിക്ക് ഓട്സ് കാച്ചിത്തരും, പാലിൽ കോംപ്ലാൻ കലക്കിത്തരും, മുത്താറി കാച്ചിത്തരും, മുട്ട പുഴുങ്ങിത്തരും, ചോറിനു കൂട്ടാൻ മീൻ പൊരിച്ചതും. ഞാൻ എല്ലാം തിന്നും, പക്ഷേ വണ്ണം വെക്കില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, നായിന്റെ വാൽ ഓടക്കുഴലിനുള്ളിലിട്ടു വെച്ചാലും വളഞ്ഞു തന്നെ ഇരിക്കും. അതുപോലെയായിരുന്നു ഞാൻ. എഴുത്തുകാരികൾക്ക് പ്രിയം ശ്രീജയോടാണ്. ശാരദക്കുട്ടിക്കും മ്യൂസ് മേരിക്കും ചന്ദ്രമതിക്കും KR മീരയ്ക്കും എന്നേക്കാൾ ഇഷ്ടം അവളോടാണ്. അവരത് എന്നോട് പറഞ്ഞിരുന്നു. അവർ എൻ്റെ അമ്മയെ കണ്ടിരുന്നില്ല. കണ്ടിരുന്നെങ്കിൽ അവർ എല്ലാവരെക്കാളുമേറെ സ്നേഹിക്കുക അമ്മയെ ആയിരുന്നു. എഴുത്തുകാരികൾക്കിഷ്ടം എൻ്റെ ഭാര്യയോടാണെങ്കിലും എഴുത്തുകാരന്മാർക്കിഷ്ടം എൻ്റെ അച്ഛനോടായിരുന്നു. കാരണം അച്ഛന് ഒരു ലിക്കർ ഷോപ്പുണ്ടായിരുന്നു. ഇൻഡോ ഫ്രഞ്ച് വൈൻ എന്നായിരുന്നു അതിൻ്റെ പേര്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്കായിരുന്നു എൻ്റെ അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹം. കാരണം അച്ഛൻ്റെ ലിക്കർ ഷോപ്പ് തന്നെ. കുഞ്ഞബ്ദുള്ള അച്ഛനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അമ്മ പത്രം വായിക്കുമായിരുന്നു. പേപ്പർ മുഖത്തോടടുപ്പിച്ചാണ് വായിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാഴ്ചയുടെ പ്രശ്നമായിരുന്നു അത്. ഒരു റീഡിംഗ് ഗ്ലാസ് വാങ്ങി മുഖത്ത് വെച്ചാൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം. ഞാൻ എഴുത്തുകാരനായതിൽ അമ്മ വളരെ സന്തോഷിച്ചിരുന്നു. അക്കാലത്ത് മയ്യഴിയിൽ വലിയൊരു സാഹിത്യകാരനുണ്ടായിരുന്നു. SK പൊറ്റേക്കാട്ടായിരുന്നു അത്. കുറച്ചുകാലം പൊറ്റേക്കാട്ട് പാതി കോഴിക്കോടും പാതി മയ്യഴിയിലുമായിരുന്നു താമസം. പൊറ്റേക്കാട്ടിൻ്റെ ഭാര്യ ജയവല്ലിയുടെ വീട് മയ്യഴിയിൽ മുണ്ടോക്കിലായിരുന്നു. ഒരിക്കൽ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു, നമ്മളെ പൊറ്റേക്കാട്ടിന് 1,00,000 ഉറുപ്പ്യ കിട്ടി. ജ്ഞാനപീഠ പുരസ്കാര തുകയായിരുന്നു അത്. 1,00,000 ഉറുപ്പിക. അതുകേട്ട് അമ്മ തരിച്ചു പോയിരിക്കണം. എന്നെങ്കിലും ഒരിക്കൽ മകനും അങ്ങനെ 1,00,000 രൂപയുടെ പുരസ്കാരം ലഭിക്കുമെന്ന് അമ്മ മോഹിച്ചു കാണുമോ? 25 ലക്ഷത്തിൻ്റെ JCB പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ അമ്മയെ ഓർത്തു. അപ്പോഴേക്ക് അമ്മ എന്നേക്കുമായി പോയിരുന്നു. അമ്മ ദയാലുവായിരുന്നു. കയ്യിൽ കിട്ടുന്നതെന്തും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ഡൽഹിയിൽ നിന്ന് രാഘവേട്ടൻ്റെ മണി ഓർഡർ വന്നാൽ ഉടനെ വീതിക്കുകയായി. വേണ്ടവർക്കും വേണ്ടാത്തവർക്കുമെല്ലാം കൊടുക്കും. അവസാനം കയ്യിൽ ഒന്നുമുണ്ടാകില്ല. എനിക്ക് 25 ലക്ഷം കിട്ടിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിലോ? അമ്മ ഉടനെ പറയുമായിരിക്കും, മോനെ, ഒരു 2 ലക്ഷം ആശാരിച്ചി മാക്കത്തിന് കൊടുത്തേക്ക്. അവളുടെ പുര ഇടിഞ്ഞു വീഴാറായി. അവളത് നന്നാക്കട്ടെ. ഞാൻ 2 ലക്ഷം മാക്കത്തിന് കൊടുത്തുവെന്ന് കരുതുക. അപ്പോൾ അമ്മ പറയും, എടാ, ഒരു 1.5 ലക്ഷം ആ ആടിനെ പോറ്റുന്ന രോഹിണിക്ക് കൊടുക്ക്. അവൾ വലിയ കഷ്ടത്തിലാണ്. ഭർത്താവും മക്കളും ഇല്ലാത്തവളുമല്ലേ. രോഹിണി ചേച്ചിക്ക് 1.5 ലക്ഷം കൊടുത്തുവെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മ പറയും, 1 ലക്ഷം ആ പൊന്നുവിന് കൊടുത്തേക്ക്. ഓൻ അത് മുഴുവനും പുകച്ചു തീർക്കും. എന്നാലും പാവമാ അവൻ. ബോംബെയിലെ സൂപ്പർ ടൈലർ പണി വേണ്ടെന്ന് വെച്ച് നാട്ടിൽ വന്ന് മുഴുവൻ സമയവും കഞ്ചാവ് വലിച്ച് നടക്കുന്നവനായിരുന്നു പൊന്നു. എനിക്ക് JCB പുരസ്കാരം ലഭിക്കുന്നത് കാണാൻ അച്ഛനോ അമ്മയോ മാക്കമോ രോഹിണിയേച്ചിയോ പൊന്നുവോ ആരുമുണ്ടായിരുന്നില്ല. എനിക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടി. കയ്യിൽ കുറച്ച് പൈസ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു അമ്മയെ ഡൽഹിയിൽ കൊണ്ടുവരാൻ. ഡൽഹിയിലെത്തിയാൽ ഞാൻ അമ്മയെ കൂട്ടി OV വിജയൻ്റെ വീട്ടിൽ പോകും. പക്ഷേ അത് നടന്നില്ല. അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം പ്രായമായിരുന്നു. രോഗങ്ങൾ ഒന്നൊന്നായി എന്നെ പാടെ ഉപേക്ഷിച്ചു. എൻ്റെ ഉണ്ടക്കണ്ണുകൾ സാധാരണ കണ്ണുകളായി മാറി. കവിളുകളിലും കൈകാലുകളിലും മാംസം വന്നു നിറഞ്ഞു. ഞാൻ ഇത്തിരി തടിവെച്ചുവെന്നുപോലും പറയാം. ഇത്തിരി പ്രശസ്തിയും കൈവന്നു. കണ്ണാടിയിൽ മുഖം നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ അതൊന്നും കാണാൻ എൻ്റെ പാവം അമ്മയുണ്ടായിരുന്നില്ല. അമ്മ പാവമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും മാത്രം അറിയുന്ന പാവം.
എല്ലാ വർഷവും അവധിക്കാലത്ത് നാട്ടിൽ വരുമ്പോൾ എന്നെ കാത്ത് കോലായിലിരിക്കുന്ന അമ്മയെ ഞാൻ തിരയും. അമ്മ വീട്ടിലെവിടെയുമില്ല. അമ്മ തിരുമ്പിയ മുണ്ടും ബ്ലൗസും മടക്കി വച്ചിരുന്ന ഒരു ചെറിയ ഇരുമ്പുപെട്ടിയുണ്ടായിരുന്നു. അമ്മ പോയിട്ടും അതിന് അലക്കിയ തുണിയുടെ മണമുണ്ടായിരുന്നു. അമ്മയുടെ മണം. പിന്നീടൊരിക്കൽ നാട്ടിലെത്തിയപ്പോൾ ആ ഇരുമ്പുപെട്ടി കണ്ടില്ല. അതെവിടെ പോയെന്ന് ഞാൻ അന്വേഷിച്ചില്ല. പെട്ടി അവിടെയില്ലെങ്കിലും അലക്കിയ തുണിയുടെ മണം മുറിയിലുണ്ടെന്നെനിക്ക് തോന്നി. പിന്നീട് ആ തോന്നലുമില്ലാതെയായി. ഞാൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഉൾപ്പെടെ കുറേ പുസ്തകങ്ങൾ എഴുതി. അമ്മ എന്നെ പെറ്റതും തീറ്റിച്ചതും കുളിപ്പിച്ചതും പ്രാർത്ഥിച്ചതും വളർത്തിയതും അതിനായിരുന്നു. ഞാൻ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി. അമ്മ എഴുതിയ പുസ്തകമാണ് ഞാൻ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.